ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിലിന് ഗോവ തുറമുഖത്ത് നിന്നുള്ള ഡ്രഡ്ജർ ഇന്ന് കാർവാറിലെത്തും. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കാർവാറിൽ ഇന്ന് അവലോകന യോഗം ചേരും. ഡ്രഡ്ജിംഗ് കമ്പനി പ്രതിനിധിയും യോഗത്തിൽ പങ്കെടുക്കും. കാർവാറിൽ നിന്ന് അരുൺ പോപ്പറമ്പ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡ്രഡ്ജർ, ഗോവയിൽ നിന്ന് പുറപ്പെട്ട ഡ്രഡ്ജർ ഏറെ വൈകിയാണ് ഈ കാർവാറിലെ ഈ തുറമുഖത്തേക്ക് എത്തുന്നത്. ഇന്നലെ രാത്രിയോടെ എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ഈ കാലാവസ്ഥ പ്രതികൂലമായി കടലിൽ ശക്തമായ കാറ്റ്, അതിൻ്റെ വേഗത കൂടിയതിനാൽ ഇന്നലെ രാത്രി ഈ യാത്രാമധ്യേ ഈ ഡ്രഡ്ജർ കരക്കടുപ്പിക്കുകയും ഇന്ന് രാവിലെയാണ് വീണ്ടും ഇതിൻ്റെ യാത്ര പുനരാരംഭിച്ചത്. ഞാനിപ്പോൾ ഉള്ളത് ഈ കാർവാർ തുറമുഖത്തിൻ്റെ ഒരു വശത്താണ്. ഇവിടത്തേക്കാണ് ഈ ഡ്രഡ്ജർ എത്തിക്കുക. ആദ്യം ഇവിടത്തേക്കാണ് എത്തിക്കുക. നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഉച്ചയ്ക്ക് 1 മണിയോടെ തന്നെ ഈ ഡ്രഡ്ജർ ഇങ്ങോട്ട് എത്തും എന്ന കാര്യമാണ്. ഇന്ന് രാവിലെയാണ് വീണ്ടും ഇതിൻ്റെ യാത്ര ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയെ തുടർന്ന് ഇന്നലെ നിർത്തിവെച്ച യാത്ര വീണ്ടും ആരംഭിച്ചത്. ഈ ടെക് ബോട്ടിൽ ഘടിപ്പിച്ചാണ് ഇത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കടലിൽ കാറ്റിൻ്റെ വേഗത കൂടിയാൽ ഇതിൻ്റെ യാത്രക്ക് അത് തടസ്സമായി മാറും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. നിലവിൽ ഇപ്പോൾ 1 മണിയോടെ എത്തിച്ചേരും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ഇപ്പോൾ വേണു സൂചിപ്പിച്ചതുപോലെ ഇവിടെ കാർവാർ കളക്ടറേറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു യോഗം ചേർന്നിരുന്നു. ഈ ഡ്രഡ്ജർ ഇവിടെ എത്തിച്ചതിന് ശേഷം ഇനി എന്താണ് അടുത്ത നടപടി എന്ന കാര്യങ്ങൾ അവർ ആലോചിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ എത്തിച്ചതിന് ശേഷം ഇത് ഗംഗാവലി പുഴയിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. അഴിമുഖം കടത്തി ഗംഗാവലി ഷിരൂരിലേക്ക് എത്തിക്കണം. അതുമായി ബന്ധപ്പെട്ട ചില നടപടികളും പരിശോധനകളുമുണ്ട്. അതിനുശേഷം നാളെ ആയിരിക്കും ഈ ഡ്രഡ്ജർ ഷിരൂരിലേക്ക് എത്തിക്കുക. നാളെ എത്തിച്ചാൽ ഈ മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ പുനരാരംഭിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നാവികസേന വീണ്ടും ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് പരിശോധിക്കും. നിലവിൽ ഇപ്പോൾ 3 നോട്ട്സിന് താഴെയാണ് അടിയൊഴുക്ക് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. ഈ ഡ്രഡ്ജർ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഈ മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ ആരംഭിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം. 1 മണിയോടെ ഈ കാർവാർ തുറമുഖത്തേക്ക് ഡ്രഡ്ജർ എത്തിച്ചേരും എന്നതാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ അറിയിക്കുന്നത്. ശരി, ഡ്രഡ്ജർ ഉച്ചയ്ക്ക് കാർവാറിലെത്തും. അരുൺ പോപ്പറമ്പയാണ് കാർവാറിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.